ഹലോ നമസ്കാരം വെൽക്കം ടു shynibindhu'sworld. എങ്ങനെ നമുക്ക് ഇന്ന് ഒരു മഞ്ചിഷ്ട ലിബാം ഉണ്ടാക്കാൻ നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്. മഞ്ചിഷ്ട ധാരാളം മഞ്ചിഷ്ട കൊണ്ട് ടോണർ ആയാലും ക്രീം ആയാലും ധാരാളം പ്രോഡക്റ്റ്സ് ഉണ്ട്. അതെല്ലാം മഞ്ചിഷ്ട വന്ന ഒരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇത് നമ്മുടെ ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റി നമ്മുടെ ചുണ്ടുകൾക്ക് ഒരു നാച്ചുറലായിട്ടൊരു ചുവന്ന നിറം നൽകാൻ ഇത് സഹായിക്കുന്നു. നമ്മുടെ ചുണ്ടുകളെ ലൈറ്റൻ ചെയ്യാനും സഹായിക്കുന്നു. ഇത് മഞ്ചിഷ്ട കൊണ്ടുള്ള ക്രീമൊക്കെ ആയാലും ശരിയാണ്, നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനെയൊക്കെ മാറ്റാനും ഇത് സഹായിക്കുന്നു. മാത്രമല്ല, ഇതിൽ SPF അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സൺലൈറ്റിൽ നിന്നുണ്ടാകുന്ന ആ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാൻ കാരണമാകുന്നതിന് ഇത് തടുക്കാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് പോയാൽ നമുക്ക് ആ ഒരു സൺ പ്രൊട്ടക്ഷനും ലഭിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിലാളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പാടിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്റ്റാർട്ട്. വേണ്ടത് കോക്കനട്ട് ഓയിലാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, ആൽമണ്ട് ഓയിൽ എടുക്കാം. ഇതൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് വരും. അപ്പോൾ ഞാൻ ഇന്ന് കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 15 ml, അതായത് 15 ml കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് മഞ്ചിഷ്ടയാണ്. ഞാനിവിടെ മഞ്ചിഷ്ട പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് എല്ലാ അങ്ങാടി കടയിലും നമ്മുടെ ആയുർവേദ മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ചുണ്ടുകളെ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ ബെസ്റ്റ് ആയിട്ടാണ്. അപ്പം ഇത് മഞ്ചിഷ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ തടി പോലത്തതൊക്കെ വാങ്ങാൻ കിട്ടും. അത് പൊടിച്ചെടുത്താൽ ഒത്തിരി നല്ലതാണ്. പക്ഷേ അത് ഇത്തിരി പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. ഈ എണ്ണ മുങ്ങി കിടക്കുന്ന അളവിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്, ഇത് മഞ്ചിഷ്ട മാത്രം വെച്ച് നമുക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതായത് മഞ്ചിഷ്ട വന്ന് നമുക്ക് SPFും തരും, നമ്മുടെ വെയിലത്ത് പോകുമ്പം കറുക്കാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളെ പിഗ്മെൻറ്റേഷനും മാറ്റാൻ സഹായിക്കും. അതോടൊപ്പം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതുണ്ടല്ലോ, സിന്നമൺ പൗഡർ. സിന്നമൺ നമ്മുടെ ഈ ഇറച്ചി മസാലയിൽ കിടക്കും, പട്ട, അതാണ് അതുകൂടെ കുറച്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ സിന്നമൺ പൗഡർ നമ്മുടെ ചുണ്ടുകളെ ലൈറ്റൻ ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ ലിബാമിന് ഒരു നല്ലൊരു മണവും കിട്ടും. സിന്നമൺ നല്ല മണം. അപ്പോൾ അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ അതും ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ഇട്ട് കൊടുത്താൽ നല്ലതാണ്, നമ്മുടെ ചുണ്ടുകളെ ലൈറ്റൻ ചെയ്യാൻ കൂടുതൽ സഹായിക്കും. വെറും മഞ്ചിഷ്ട വെച്ച് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മഞ്ചിഷ്ടയും സിന്നമൺ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒലിവ് ഓയിലൊക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ്സ് കിട്ടും. നമ്മുടെ ചുണ്ടുകളെ കൂടുതൽ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കും ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും ഒക്കെ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിൽ ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ഒരു 1 അവർ നമുക്ക് അങ്ങനെ വയ്ക്കാം. കാരണം അത് ആ പൊടികളെല്ലാം അതിലൊന്ന് ആ എണ്ണയിലൊന്ന് ബ്ലെൻഡായി നന്നായിട്ടൊന്ന് അതിൻ്റെ എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 1 അവർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഓയിലൊക്കെ കുറച്ചൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡബിൾ ബോയിലർ മെത്തേഡിലൂടെ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിൻ്റെ എസൻസ് ഒക്കെ പൂർണ്ണമായിട്ട് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളൊന്ന് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊന്ന് ഇറക്കി വെക്കുകയാണ്. ചൂടാവട്ടെ. അപ്പം വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇനി ഈ തീയിലിരുന്ന് ഈ ഓയിലൊന്ന് ചൂടാവട്ടെ. അപ്പോഴാണ് അതിൻ്റെ എസൻസൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി അതിൻ്റെ ശരിക്കുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് ചൂടായിട്ടുണ്ട്. അതിൻ്റെ മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാവട്ടെ. ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോൾ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു തുണിയിൽ അരിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ലിബാമിലൊക്കെ നല്ല തരിതരികളായിട്ട് കിടക്കും. നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ തരിതരിയായിട്ടിരിക്കും. അതുകൊണ്ട് നമുക്കിന്ന് അരിച്ചെടുക്കാം.
മണം പറയാതിരിക്കാൻ വയ്യ, ആ സിന്നമോൻ്റെ മണം ഇങ്ങനെ അടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇതിനൊന്ന് മെഷർ ചെയ്യാം. കാരണം നമ്മൾ ആൾറെഡി ഇങ്ങനെ പിഴിഞ്ഞൊക്കെ എടുത്തത് കൊണ്ട് നമുക്ക് എണ്ണ കുറയും. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മെഷർ ചെയ്തിട്ട് അടുത്ത് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 15 ഗ്രാം വേണം. അപ്പം കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന ക്യാരറ്റ് ഓയിലാണ്. ഇത് ക്യാരറ്റ് ഓയിൽ ഫുൾ എടുത്താലും നല്ലതാണ്. കാരണം ക്യാരറ്റ് ഓയിലിൽ SPF ഉണ്ട്. ക്യാരറ്റ് വിറ്റാമിൻ എ റിച്ച് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഞാനിതിന് ഇനി ബാലൻസ് വേണ്ട ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 15 ml ഓയിലാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് എന്താ, ബീസ് വാക്സ് ആണ്, നമ്മുടെ തേനീച്ച മെഴുക്. ഇതെല്ലാം അങ്ങാടി മരുന്ന് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിവിടെ വേണ്ടത് 5 ഗ്രാമാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും നമ്മുടെ ലിപ് ബാമിന് ഒരു ക്രീമി കൺസിസ്റ്റൻസി തരാനൊക്കെ സഹായിക്കും. അപ്പോൾ 5 ഗ്രാം വേണം. അപ്പോൾ 5 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷിയ ബട്ടറാണ്. അപ്പോൾ ഷിയ ബട്ടറിലേക്ക് കോക്കോ ബട്ടർ, മാംഗോ ബട്ടറൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ ഷിയ ബട്ടറാണ് എടുക്കുന്നത്. ഇത് നമ്മുടെ ചുണ്ടുകളെ നന്നായിട്ട് ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ ഇത് വേണ്ടത് നമുക്ക് 2 ഗ്രാമാണ്. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ഗ്രാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ്. ഇതിൽ പറയേണ്ട ആവശ്യമില്ല, ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ സഹായിക്കും. അപ്പോൾ ഞാൻ അതുകൂടെ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ, ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കണം, ഒഴിക്കണം, അത്രയേ ഉള്ളൂ. നമുക്കിത് ഡബിൾ ബോയിലർ മെത്തേഡിൽ ഹീറ്റ് ചെയ്തെടുക്കാം. വെള്ളം ചൂടാവട്ടെ. വെള്ളം ചൂടായിട്ടുണ്ട്. ഞാൻ തീ കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇതിനൊന്ന് എല്ലാം ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ എല്ലാം മെൽറ്റായിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തീ ഒന്ന് ഓഫ് ആയിക്കണം. ഈ ചൂട് തണുക്കുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ സെറ്റായി പോവും. നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാനായിട്ട് ഒരു മണിക്കൂർ വച്ചിരിക്കാം. റെഡിയാണ്. 1 hour ആയിട്ടുണ്ട്. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഞ്ജിഷ്ട ലിപ് ബാം റെഡിയാണ്. അപ്പോൾ നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡിയാണ്. ഇതിൽ മഞ്ജിഷ്ടയും സിന്നമോനും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമ്മുടെ ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി ചുണ്ടുകളെ ലൈറ്റൻ ചെയ്യാനും നമുക്കൊരു പിങ്ക് നിറം നൽകാനും ഒക്കെ സഹായിക്കുന്നു. ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആയാലും ശരിയാണ്, നമ്മൾ പകൽ എപ്പോഴും ഇത് യൂസ് ചെയ്യാം. സൺലൈറ്റിൽ പോകുമ്പോഴും അപ്ലൈ ചെയ്യാം. കാരണം നിങ്ങൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താലും അതിനു മുമ്പ് ഇത് അപ്ലൈ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം ഇതിൽ ക്യാരറ്റ് ഓയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാരറ്റിൽ SPF ഉണ്ട്, വിറ്റാമിൻ എ ഉണ്ട്. അതുപോലെ തന്നെ മഞ്ജിഷ്ട ആയാലും ശരിയാണ്, സൺ പ്രൊട്ടക്ഷനും തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടുകളിലെ പിഗ്മെൻറ്റേഷനും മാറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.